ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച വ്ളോഗേ അല്ല ഇത്. പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ നിങ്ങളെ ഒന്ന് അറിയാം. ഇന്ന് ഇത് പറയാൻ ഞാനൊന്നും ഉണ്ടാവില്ല, എന്നോട് മരിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ മഞ്ഞായിട്ടെന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഏച്ചിൻ്റെ ഒരു മഞ്ഞ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള പിന്നെ ഇപ്പൊ മഞ്ഞ കല്യാണം ഒന്നും ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞത്. പിന്നെ ഇവളിപ്പോ ആ മഞ്ഞ കല്യാണം ഇല്ലായിട്ട്, കാരണം ഇന്ന് ഞാൻ ശരിക്കും കത്തിച്ചാമ്പലാവേണ്ടതായിരുന്നു. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു ഫാൻസി ഇവിടെ കല്യാണം ആയതുകൊണ്ട് നമുക്കിപ്പോൾ കല്യാണം വരുമ്പോൾ ഉണ്ടാവില്ല പർച്ചേസ്, ഫാൻസി പിടിയെ പോയി എന്തെങ്കിലും വാങ്ങണമെന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഫാൻസി പിടിയെ പോയി കുറച്ച് സാധനമെല്ലാം വാങ്ങി, അതിന് ബില്ലടിക്കേ വേണ്ടു. വാങ്ങിയിട്ട് പിന്നെ അവരോട് നമുക്കറിയുന്ന ഒരു ഫാൻസി പിടി. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനെല്ലാം പറഞ്ഞ് സാധനം വാങ്ങി ബില്ലടിക്കാൻ നോക്കുന്നതിന് അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെക്കൻ ഫാൻസി പിടിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വിളിച്ച് വാവാന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങ് ചെന്ന് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി നോക്കിയിട്ട് എൻ്റെ മേലെ അതാ കത്തുന്നത് പറഞ്ഞ്. നോക്കുമ്പോൾ ഫാൻസി പിടിയുടെ മേലെ മൊത്തം കത്തിപ്പണിയായി. അപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ കാണുന്ന ഫുള്ള് നിങ്ങൾക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ച് കാണിച്ചു തരാം. മുകളിൽ നിന്ന് ഇങ്ങനെയും കത്തുന്നുണ്ട്. ഇങ്ങനെയും കത്തുന്ന സമയത്ത് നമ്മൾ താഴെ സാധനം വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആരും അറിയുന്നില്ല മേലെ ഇങ്ങനെ കത്തുന്നത്. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മളോട്. അപ്പോൾ ഞാനൊക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അവിടെയുള്ള ചെക്കൻ അപ്പോൾ ഓടിയിട്ട് മേലെ ചെന്ന് നോക്കി. അപ്പോൾ താഴെ നിന്ന് ഒരു ചെക്കൻ എന്നെ വന്നിട്ട് വിളിച്ച് ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് വിളിച്ച്. ഇപ്പോൾ നോക്കുമ്പോൾ മേലേന്ന് ഫുള്ള് കത്തുന്നു. എൻ്റെ വണ്ടീൻ്റെ ചാവിയല്ല അതിൻ്റെ ഒത്തായിപ്പോയിന്. ചാവിയല്ല അതിൻ്റെ ഒത്തുള്ള ഫോണ് ഭാഗ്യത്തിന് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അങ്ങോട്ട് കയറിയാൻ പറ്റിയിട്ടില്ല. നമുക്ക് അങ്ങ് പോവാ. ഫുള്ള് കത്തി. ആംബുലൻസ് വന്നിട്ടും തീ ഇങ്ങനെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ തീ കെടുന്നേയില്ല, ശക്തിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്ലാസ്റ്റിക് ആയിട്ട് വേഗം കത്തി പോകുന്നുണ്ട്. മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്നൊരു ഏച്ചിയുണ്ട്, സ്റ്റാഫ്. അപ്പോൾ ആ ഏച്ചിൻ്റെ പേഴ്സും പ്രൂഫും എല്ലാം അതിൻ്റെ ഒത്തായിപ്പോയി. അപ്പോൾ ഏച്ചി ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. പിന്നെ എൻ്റെ വണ്ടീൻ്റെ ചാവിയല്ല അതിൻ്റെ ഒത്താളുള്ളത്. ഭാഗ്യത്തിന് ഫോൺ ഞാൻ ഇങ്ങെടുത്തിന്, വണ്ടീൻ്റെ ചാവി അതിൻ്റെ ഉള്ളിലായിപ്പോയി. എന്നെ ഒരു ചെക്കൻ വന്നിട്ട് ഇങ്ങനെ വിളിച്ചത്, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഇങ്ങ് വന്നാട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ മേലെ മൊത്തം കത്തുന്നുണ്ട്, കത്തിപ്പോന്നു. പിന്നെ അങ്ങോട്ട് ഉള്ളിൽ കയറിയാൻ പോകുന്നില്ല. പിന്നെ ചാവീൻ്റെ കാര്യമെല്ലാം ഞാൻ മറന്നുപോയിന്. പിന്നെ എനിക്ക് ഓർമ്മ വന്ന് ചാവി അതിൻ്റെ ഉള്ളിലായിപ്പോയി. ഭാഗ്യത്തിന് ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. കടകളെല്ലാം മൊത്തം പോയിന്. 3 കട, 2 ഫാൻസി, ഒരു ഫർദ പിടിയും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സാധനം കത്തി നശിച്ചു പോയിന്. ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് തിരിയുന്നില്ല, ഫുള്ള് എന്താ പറയുക, കത്തിപ്പോന്ന. ഫയർഫോഴ്സിന് വെള്ളം അടിച്ചിട്ട് ഒരു ഇതുമില്ല. കാരണം തീ അത്രക്കും ശക്തിയായിട്ട് കത്തുന്ന. വെള്ളം തട്ടുമ്പോൾ അതിന് ഒരു തലോടുന്ന പോലെയേ ഉള്ളൂ, അത് കെടുന്നൊന്നുമില്ല. വെള്ളം എത്ര അടിച്ചിട്ടും തീ കെടുന്നില്ല, അത് ശക്തിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഒരു 4 ഫയർഫോഴ്സ് വണ്ടിയെങ്കിലും വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തീരുന്തോറും ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട് പിന്നെ നന്നായി പ്രവർത്തിച്ചായിരുന്നു. പിന്നെ അടുത്തുള്ള കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഫയർഫോഴ്സ് വണ്ടിയിൽ നിറച്ച്, അങ്ങനെ കുറേ വെള്ളം ഞങ്ങളെ നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട്, കുറച്ച് നല്ല ഏട്ടന്മാരെല്ലാം കൂടിയിട്ട് നിറച്ചിട്ട് വണ്ടിയിൽ നിറച്ച് കൊടുത്തിരും. അവസാനം തീ കെടുത്തി, എങ്ങനെയല്ലോ തീ കെടുത്തി. പക്ഷേങ്കിൽ കടകൾ മൊത്തം നശിച്ചു പോയിനു. ഒരു പൊടി സാധനം പോലും എല്ലാം നശിച്ചു പോയിനു. 3 കടകളാണ് പോയത്. 2 ഫാൻസി, ഒരു ഫർദ പീടികയും കൂടിയിട്ടാണ് പോയത്. ബാക്കി മൊത്തം കത്തുവേനു. അപ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് ഫയർഫോഴ്സ് വന്നതുകൊണ്ട് 3 കടയിൽ ഒതുങ്ങി. അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാ കടകളും കത്തി നശിക്കേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? ഇതാ അവിടെ സംഭവിച്ചേ. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി പോലെയില്ല. അപ്പം നേരിട്ട് കണ്ട് എൻ്റെ അവസ്ഥ ഒന്നും ആലോചിച്ചിട്ട് അനുഭവിച്ച് ഫുള്ളും നശിച്ചു പാവം. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഓക്കെ.
ഓക്കെ ബൈ.